നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്തേ. ഒരു കാര്യം പറഞ്ഞ് ഞെട്ടരുത്. ഇല്ല. രമേശ് ചെന്നിത്തല പോലീസ് വേഴ്സസ് പിണറായി പോലീസ്. ഇപ്പോഴും ഇവിടെ പിണറായി പോലീസ് ആണെന്ന് പറഞ്ഞാൽ അതിൽ ഞെട്ടില്ല, സമ്മതിച്ചു തരും അല്ലേ? അല്ല, മാറിയിട്ടില്ല. ഒരു മാസം ബാലാരിഷ്ടതകൾ മാറി വരുന്നതേ ഉള്ളൂ അല്ലേ? പുതിയ ബാലാരിഷ്ടതകൾ മാറി വരുന്നല്ല. കേരള പോലീസിന് ഇപ്പോഴും ഭരണമാറ്റം ഉണ്ടായി എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് പിണറായി പോലീസും ആകരുത്, ചെന്നിത്തല പോലീസും ആകരുത്, കെ സി വേണുഗോപാൽ പോലീസ്. അത് പോലീസ് തന്നെ ആയിരിക്കണം അല്ലേ? എന്തിനാണ് നമ്മളിവിടെ പണിയെടുക്കുന്നത്? മാസം ആദ്യം നമ്മുടെ മാനേജ്മെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിക്കാൻ. മൃദുഭാവേ ദൃഢകൃത്യ. അത് മൃദുഭാവം മാത്രമേ ഉള്ളൂ. മൃദുഭാവം ആരോടൊന്നും കൂടിയുണ്ട്. അങ്ങനെയുണ്ട്. ദൃഢകൃത്യേ വിസ്മരേ എന്നൊക്കെയാണ് ഇനി പറയേണ്ടി. മറന്നുപോയി, വിസ്മരിച്ചു പോയി. അതായത് അവരും ജോലി എടുക്കുന്നത് 8 മണിക്കൂർ അല്ലെങ്കിൽ 10 എസെൻഷ്യൽ സർവീസ് ആണ്. അപ്പൊ അവർക്ക് 8 മണിക്കൂറല്ല, അവർ അതിനനുസരിച്ച് അവർ വേതനം കിട്ടുന്നുണ്ട്. പറ്റില്ലേ, കളഞ്ഞിട്ട് പോവാം, രാജിവെച്ച് പോവാം അല്ലേ? ഏറ്റവും പുതിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ഹെൽമെറ്റ്, കുപ്പിവെള്ളം, ചുടുകട്ട, പിന്നെ മറ്റേ പാറക്കല്ല്, പിന്നെ കൈകൊണ്ടിടി, പിന്നെ ചീമുട്ടയേറും. മുട്ട ചീയൽ, നല്ല മുട്ടയാണ്, നല്ല കോഴിമുട്ടയാണ്, നല്ല മുട്ടയേറി. ഇതെല്ലാം നമ്മളൊന്ന് കണ്ടാണ്. അതിലെ പ്രതികളൊക്കെ അപ്പം തന്നെ പോലീസ് പാളയം ഏരിയ കമ്മിറ്റി വളഞ്ഞ് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. സറണ്ടർ ആയിട്ട് അല്ലേ? അന്നത്തെ DCP ആ ചെറുപ്പക്കാരൻ പുള്ളി NIA പോയി. ഇപ്പം NIA ഡെപ്യൂട്ടേഷനിൽ പോയി. രക്ഷപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരൊറ്റ സൗമ്യ ഭാവേ ദൃഢ കൃത്യേ, അതാണ് ആ പയ്യൻ. കണ്ട ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരിക്കും. പക്ഷേ അവിടെ എല്ലാത്തിനെയും വെളിയിറക്കി, 5 എണ്ണത്തിനെയും പുറത്തിറക്കി ജീപ്പ് കയറ്റിച്ചു അല്ലേ? പുള്ളി ഒന്നും ചെയ്തില്ല. പുള്ളി വടി കൊണ്ട് 7 പേരുടെ അറസ്റ്റ്. അതെ. പിന്നെ പടപട അറസ്റ്റ്. അപ്പോൾ പുള്ളി പോയതിൻ്റെ പിന്നാലെ ഇൻവെസ്റ്റിഗേഷനും വാലും പൊക്കി പോടി. സംഭവം പാളയം സന്തോഷ് എന്ന് പറഞ്ഞൊരു CPM പക്ക CPM നേതാവുണ്ട് നമ്മുടെ പാളയം മാർക്കറ്റിലെ. ഞാൻ ഗുണ്ടെന്ന് പറയില്ല, CPM നേതാവെന്ന് പറയും. എനിക്ക് രണ്ടും തമ്മിലേക്ക് വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ പാളയം മാർക്കറ്റിലെ അനിശ്ചിതനായ കുത്തക മുതലാളി, മറ്റേ ഹുണ്ടിക പിരിവുകാരൻ, കട മുതലാളി ഒക്കെ ഉണ്ട്. ഇദ്ദേഹം നമ്മുടെ മേയർ വി വിരാഷ് ഇടപെട്ടാണ് അതെല്ലാം പൊട്ടിച്ചത്. മേയറിൻ്റെ റഡാറിൽ തന്നെ ഉണ്ടായിരുന്ന ഇവരെല്ലാം, ഈ നേതാക്കളെല്ലാം മേയറുടെ റഡാറിൽ. അവിടെ കച്ചവടം കുത്തകയാക്കി വെച്ച എല്ലാവരും അതാണ് അവർ പൊളിച്ചു കൊടുത്തത്. മേയറും നമ്മുടെ പ്ലാനിങ് അധ്യക്ഷൻ രാധാകൃഷ്ണനൊക്കെ ചേർന്നിട്ട്. സംഭവം ഞാൻ പറഞ്ഞു വരുന്നത് വളഞ്ഞൂറ്റി വരികയാണ്. അത് പറയാൻ വിട്ടുപോയി. പാളയം സന്തോഷ് ഇന്ത്യ വിട്ടു. നാട് വിട്ടു. ഇന്ത്യ വിട്ടു, ഭാരതം വിട്ടു, വിദേശത്തേക്ക് കടന്നെന്നാണ് ഇപ്പോൾ പറയുന്നത്. ED ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. കേരള പോലീസ് ആയിരിക്കാം. EDയുടെ തലയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം EDയുടെ നിർദ്ദേശാനുസരണം കേരള പോലീസിന് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. കേസ് കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ പാളയം സന്തോഷിനെ പിടിയില്ലായിരുന്നു. ആറ്റുകാൽ ഉണ്ണി എന്ന മുൻ കൗൺസിലർ ഒളിവിലായിരുന്നു. 2 കൗൺസിലർമാര്, മുൻ കൗൺസിലർമാർ ഒളിവിലായിരുന്നു. ഒന്ന് IP ബിനു, ഒന്ന് ഈ ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ പാളയം സന്തോഷിനെ കാണാനില്ലായിരുന്നു. ഇപ്പോൾ അറിഞ്ഞത്, കഴിഞ്ഞ ദിവസം രാത്രി അറിഞ്ഞത്, പാളയ സന്തോഷ് ദുബായിലെത്തി എന്നാണ് അറിഞ്ഞത്. നാട് വിട്ടു. ദുബായിലേക്ക് എത്തി. ദുബായിലേക്ക് വിട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പാളയ സന്തോഷിനെ. പിന്നെ പാളയ സന്തോഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പാളയ സന്തോഷ് പലരെയും വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു. മൂക്കിനതായുണ്ട്. എന്താണ് കേസ്, എങ്ങനെയുണ്ട്, ഇത് കേസ് എങ്ങനെ കടുക്കുമോ എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം ആദ്യത്തെ പാളയ സന്തോഷിനൊപ്പം, സന്തോഷിനെ പിടിക്കാതെ സന്തോഷിന് കൂടെ ഉണ്ടായിരുന്ന 5 പേരുടെ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചല്ലോ. അതും കൂടെ അറിഞ്ഞപ്പോഴത്തേക്കും വിട്ടു. ഇവരുടെ ഒരു തന്ത്രമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കേസിൽ 10 പ്രതികൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 2-3 പേരെ അവർ ഹാജരാക്കും. കേസിലെ അത്ര ഒന്നും പ്രധാനമല്ലാത്ത 2-3 പേരെ പോലീസ് ഹാജരാക്കും. പോലീസ് അത് സ്വീകരിക്കും. കാരണം ഇവരുടെ അടുത്ത് ഗുസ്തിക്ക് പോകണ്ട. 5 കൊല്ലം കഴിഞ്ഞ് ഇവരാണ് ഭരിക്കാൻ വരുന്നതെങ്കിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കണ്ട. അന്ന് ഇവന്മാരിത് ഓർത്ത് വെച്ച് പ്രതികാരം ചെയ്യും. അന്ന് ഈ സ്റ്റേഷനിലെ റൈറ്റർ SHO അന്ന് ചോദിക്കും, ഈ മിക്കവാറും സ്റ്റേഷൻ, സാറേ ഒരു പേപ്പർ വേണോ 2 പേപ്പർ വേണോ? ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ അതിലൊരു 5 പ്രതികൾ, 1 2 3 4 5 എഴുതി വരുമ്പോൾ 5 പ്രതികൾ പ്ലസ് ഇത്. സാർ FIRന്റെ ഒരു ഷീറ്റും കൂടെ വേണമെങ്കിൽ
10 പ്രതികൾ. അതായത് 5-ൽ കൂടുതൽ പ്രതികൾ. ഇതിപ്പോ 26 പേരെന്തോ 26 പേര് അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഈ അത്ര പ്രധാനമല്ലാത്ത പ്രതികളെ ഹാജരാക്കും, എന്നിട്ട് അവർക്ക് ജാമ്യം നേടിയെടുക്കും. എങ്ങനെയെങ്കിലും താഴത്തെ കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിലൊക്കെ പോയി ജാമ്യം നേടി. അതുവരെ കേസിലെ പ്രധാന പ്രതികൾ ഒളിച്ചിരിക്കും. നമുക്കറിയാം TP കൊലക്കേസിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാം അല്ലേ? അതിലെ പ്രധാന പ്രതി പിന്നെ TK രജീഷാണ്. TK രജീഷ്, കൊടിസുനി, ഷാഫി ഇവരെല്ലാം പ്രതികളാണ്, അണ്ണൻ സുജിത്ത്. അപ്പോൾ ഇതിൽ ഇവർ ഒളിച്ചിട്ട് മറ്റു പലരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു, പക്ഷെ ജാമ്യം കിട്ടിയില്ല. അപ്പോൾ ഇവർക്ക് ഒളിവ് അനന്തകാലത്തേക്ക് നീട്ടേണ്ടി വന്നു. പക്ഷെ പോലീസ് വിട്ടില്ല, പുറകെ പോയി പൊക്കി. സാധാരണ നിലയ്ക്ക് നടക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ പ്രതികളെ ഒളിപ്പിക്കും, എന്നിട്ട് ഈ പറഞ്ഞതുപോലെ അപ്രസക്തരായ 2-3 ഡമ്മി പ്രതികളെ കൊടുക്കും. കോടതിയിൽ വരുമ്പം പ്രോസിക്യൂഷൻ, ഇത് ഈ ഇടത് വലത് ഒത്തുകളിയാണ്, പ്രോസിക്യൂഷൻ ശകലം വീക്കായി കൊടുക്കും. അത് രാഷ്ട്രീയ സംഘടനയാണ്, അങ്ങനെയാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞ് ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടും. ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ മറ്റവർ രംഗത്തിറങ്ങും. അപ്പം മറ്റവർക്ക് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കും. ഇതിലെ 2-3 പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ലേ, ഇനിയിപ്പം ബാക്കിയുള്ളവർക്കും കൂടി അങ്ങനെ മുൻകൂർ ജാമ്യമൊക്കെ സംഘടിപ്പിച്ച്, അപ്പോൾ ഈ കേസിൻ്റെ ആദ്യത്തെ ആ ഒരു ചൂടൊന്ന് തണുക്കും. പോലീസിന് ആദ്യം ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. ഒരു ക്രൈം നടക്കുമ്പോൾ അത് എന്ത് തന്നെ ആകട്ടെ, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, റൂൾസ് വയലേറ്റ് ചെയ്തതാകട്ടെ, എന്തും ആകട്ടെ, ആദ്യം പോലീസ് കാണിക്കുന്ന ഒരു ആവേശം പിന്നീട് പോലീസിനുണ്ടാവില്ല. ഈ ദിവസങ്ങൾ പിന്നിടും തോറും ആവേശത്തിന്റെ ആ ഒരു കരുത്ത് കുറഞ്ഞു വരും. ഈ ഗ്രഹണി സമയത്ത് ചക്കക്കൂട്ടൻ അത് ഗ്രഹണി തീരുമ്പോഴല്ലേ, വിശപ്പടങ്ങുമ്പോഴത്തേക്കും ആവേശം കുറയും എന്ന് പറഞ്ഞതുപോലെ പോലീസിനും ആവേശം കുറയും. പിന്നെ പ്രോസിക്യൂഷൻ ഒരു ചടങ്ങിന് വേണ്ടി അവിടെ ചെന്ന് എതിർക്കും, ജാമ്യാപേക്ഷ എതിർക്കും. കോടതി പറയും അതൊന്നും പറ്റില്ല, അങ്ങനെ എതിർത്തത് കൊണ്ട് കാര്യമില്ല, ഇതിനകത്ത് മറ്റേ അവർക്ക് ജാമ്യം കൊടുത്തു, ഇവർക്ക് ജാമ്യം കൊടുത്തു. പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം എതിർത്തില്ല, മൃദുഭാവേയായിരുന്നു. ഈ ആദ്യത്തെ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി മുമ്പേ വന്നപ്പോൾ പ്രോസിക്യൂഷൻ എതിർത്തില്ലെങ്കിലും അവിടെ ഇരുന്ന ജഡ്ജിക്ക് വകുപ്പനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. വകുപ്പിന് ബലാത്സംഗത്തിനും പീഡനത്തിനും ഒന്നും ജാമ്യം കൊടുക്കാൻ പറ്റില്ല. അതിനിപ്പോ പ്രോസിക്യൂഷൻ ഹാജരായാലും ഇല്ലെങ്കിൽ അത് 90 ദിവസത്തേക്ക് 6 മാസത്തേക്ക് വരെ റിമാൻഡ് ചെയ്യാം. കള്ള് കടത്തിന് അല്ല വ്യാജ മദ്യം വിറ്റതിന് അങ്ങനെയൊന്നും ജാമ്യം കിട്ടില്ല. അതിനൊക്കെ ഡബിൾ റിമാൻഡാണ്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ പോലീസ് എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് കണ്ണടച്ചു കൊടുത്തു. ഈ പറഞ്ഞതുപോലെ സന്തോഷിന് മറ്റവർക്ക് ജാമ്യം കിട്ടുമോ, അപ്പോൾ 5 പേരുടെ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജാമ്യം തള്ളി. അപ്പോൾ ജാമ്യം തള്ളിയപ്പോൾ പോലീസ് പറഞ്ഞു ഇനിയിപ്പോൾ രക്ഷയില്ല, അയാളെ ഹാജരാക്കും, ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല എന്ന് നേതാക്കളോട് പോലീസ് ഒരു കോംപ്രമൈസ് ടോക്ക് നടത്തിയതാണ്. കാരണം ഇവനെ പോയി ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു പണിയല്ലേ. എവിടെ ആണെങ്കിലും അവിടം വരെ പോയി ഇവനെ പൊക്കണ്ടേ. പിന്നെ പൊക്കണ സമയത്ത് എന്തെങ്കിലും സംഘർഷം ഉണ്ടായാലോ, വെറുതെ പിന്നെ നമ്മുടെ ശരീരത്തിൽ മണ്ണ് പറ്റിക്കുന്ന എന്തിനാ എന്ന് വിചാരിച്ച് പോലീസുകാർ അവരുടെ പറഞ്ഞ് ഇനിയിപ്പോൾ പറ്റത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹാജരാക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിക്കേണ്ടി വരും. പോലീസിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ശരി സാറേ ഞങ്ങൾ ഹാജരാക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ പതുക്കെ ഇവിടെ നിന്ന് പൊക്കി ഗൾഫിൽ വിട്ടു, ബംഗളൂരിൽ നിന്നും. അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. ഈ പാളയം സന്തോഷ് പിടിയിലായാൽ ഒരു പക്ഷേ പാളയം സന്തോഷിൽ നിന്ന് അടുത്ത കണക്ഷൻ മുകൾ തട്ടിലേക്ക് പോകും. അപ്പോൾ ജില്ലാ നേതാക്കൾ MLA-മാരടക്കമുള്ളവർ പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ഇപ്പോൾ 2 മുൻ കൗൺസിലർമാർ അറസ്റ്റിലായി അകത്ത് കിടക്കുകയാണ്, റിമാൻഡിൽ. കൗൺസിലർ മാത്രമല്ല, ബിനു IP എൻ്റെ ഒരു സുഹൃത്താണ്. ബിനു IP പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതാണ് മുൻ കൗൺസിലർ എന്നുള്ളതിൽ പ്രാധാന്യമില്ല. അല്ല, പാർട്ടിയുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ LC സെക്രട്ടറിയാണ്. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഗൺമാൻ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ വീടിന് നേരെ ഒരു RSSന്റെ ആക്രമണം ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് അദ്ദേഹം ആക്രമിച്ചു. അതിൽ അദ്ദേഹത്തിന് അന്നത്തെ അന്ന് നടന്നത് എന്താന്ന് വെച്ചാൽ ഈ ആറ്റുകാൽ ഉണ്ണി അടക്കമുള്ളവർ ആ കേസിലും ഒക്കെ ഉണ്ട്. അന്ന് ഈ BJP ആദ്യമായിട്ട് 35 സീറ്റ് നേടി നഗരസഭാ ഭരണത്തിൽ വരുന്നു. അവിടെ BJP വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറുന്നു. നഗരസഭയിൽ കാലങ്ങളായി നടത്തി വരുന്ന അഴിമതികളെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നടന്ന ഈ പറഞ്ഞ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3 മാസം കഴിഞ്ഞപ്പോൾ ഇത് നവംബർ
ഇവർ അധികാരത്തിൽ വരുന്നു. അപ്പുറത്തേക്ക് പിന്നെ ഏപ്രിൽ മെയ് ആയപ്പോൾ ഏതാണ്ട് 4-5 മാസം കഴിഞ്ഞപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു. 5 വർഷം മുമ്പ് BJP പിന്നെ ഒരു സീറ്റ് അന്ന് ജയിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ ഇത് നടക്കുന്നത്. നഗരത്തിൽ, തിരുവനന്തപുരം നഗരത്തിൽ കലാപം. രാത്രിയിൽ CPMകാർ ഒന്നടങ്കം BJPക്കാരുടെ വീടുകൾ, RSSകാരുടെ വീടുകൾ, കടകൾ, സ്ഥാപനങ്ങളൊക്കെ ആക്രമിക്കുകയാണ്. അവരും തിരിച്ചാക്രമിച്ചു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വലിയ സംഘർഷമായി. ഭയങ്കര സംഘർഷം കൈവിട്ടു പോയി. പോലീസിൻ്റെ കയ്യിൽ നിൽക്കാത്തവണ്ണം അത് വളർന്നു. അവസാനം അത് എങ്ങനെയൊക്കെയോ ഒരു രാത്രി കൊണ്ട്, അതായത് അടി തിരിച്ചു കൊണ്ടപ്പോൾ CPMകാർക്ക് മേല് നൊന്തു. അപ്പോൾ അങ്ങനെ അവർ നിർത്തിയതാണോ? എന്തായാലും നേരം വെളുത്തപ്പോഴത്തേക്കും സംഗതി പതുക്കെ ശാന്തമായി. എങ്കിലും അതൊരു 2-3 ദിവസം അതിൻ്റെ അനുരണനങ്ങൾ നിലനിന്നു. അന്ന് ഈ കേസിൽ ഇവരെല്ലാം, ഈ IP ബിനു അടക്കമുള്ളവർ അന്ന് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് BJPയുടെ കൗൺസിലർ ഗിരിയെ ആക്രമിച്ച മറ്റൊരു സംഭവമുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് പ്രചരിച്ചിരുന്നതാണ്. അപ്പോൾ ഈ IP ബിനു ഒരു നമ്മളീ പറയുന്നത് പോലെ കായികമായ ആക്രമണത്തിന് ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തി. വലിയ അസുഖങ്ങളൊക്കെ, പുള്ളി അത്ര ആരോഗ്യമൊന്നുമില്ല പുള്ളിക്ക്. പുള്ളി ഇങ്ങനെ അങ്ങനെ നമ്മൾ പറയുന്നതാണ്. പക്ഷേ അത് ഈ പാളയം സന്തോഷിനെ പോലെ, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, പാളയം സന്തോഷിനെ പോലെ അറസ്റ്റിലായ ഈ ED ആക്രമിച്ച് അറസ്റ്റിലായവരെ പോലെ അത്ര പോലെ ആരോഗ്യം പുള്ളിക്കില്ല. പുള്ളിക്ക് ഒരുപാട് ഡയബറ്റിക് അടക്കമുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്നിട്ട് അന്ന് ആ സംഭവത്തിൻ്റെ ഇത് പിടിച്ചാണ് ഈ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുകയല്ല. അപ്പൊ BJPക്കാർ കുറച്ചുപേര് ബിനുവിന്റെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി, കല്ലെറിഞ്ഞു. അതിന് പകരം ബിനുവിന്റെ അച്ഛൻ അവിടെ ബെഡ്റിഡനായി കട്ടിലിൽ നല്ല സീരിയസ് ആയി കിടക്കുകയായിരുന്നു. അതിന് പകരം IP ബിനുവും കൂട്ടരും വന്ന് BJP ഓഫീസിന് നേരെ, സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബെറിഞ്ഞു. കല്ലാണ് എറിഞ്ഞതെങ്കിൽ പോട്ടെ, നമുക്ക് മനസ്സിലാക്കാം. ഇത് ബോംബെറിഞ്ഞു. അത് CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അങ്ങനെയാണ് ആ കേസ് അന്ന് റിമാൻഡാകുന്നത്. അപ്പോൾ പിന്നെ ബിനുവിൻ്റെ ഭാര്യ കൊണ്ട് കേസ് കൊടുത്ത്, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ആപത്തുണ്ട്, RSSകാർ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു. CPM ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഈ 10 കൊല്ലം അതിങ്ങനെ നീട്ടിയൊക്കെ കൊണ്ടുപോയി. പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല. ആ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുക. CPM അതിൽ ഇടപെടുന്നില്ല. അതാണ് എൻ്റെ തമാശ. അതാണ്, CPM അതിലൊന്നും ഇടപെടുന്നില്ല. ഈ IP ബിനു അടക്കമുള്ള മറ്റു പ്രതികൾ സ്വന്തം നിലയിൽ ജാമ്യക്കാരെ വെച്ച് ഓരോ കേസും, അവർ പണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDF സർക്കാരിനെതിരെ സമരം ചെയ്തപ്പോഴുള്ള കേസ് വരെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ CPMന്റെ ഈ വൃത്തികേട് എന്ന് പറയുന്നത്. പാർട്ടിയല്ല അവർ, എനിക്കറിയാം, സ്വന്തം ആൾ 2 പേരെ കാശ് കൊടുത്ത് ആൾ ജാമ്യക്കാരെ കണ്ടെത്തി കോടതിയിൽ ആ പണം കെട്ടിവെച്ച് ഓരോ കേസ് നടക്കട്ടെ. നല്ല കാര്യം. ഞാൻ പറഞ്ഞു വന്നത് നമ്മളീ പറഞ്ഞ പാളയം സന്തോഷം, അതിലേക്ക് വരാം. അപ്പൊ ഈ പറഞ്ഞ ഇത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പാളയം സന്തോഷിനെ ജാമ്യം കിട്ടിയാൽ പാളയം സന്തോഷിനെ ഹാജരാക്കി ജാമ്യം എടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ റിമാൻഡ്, 1-2 റിമാൻഡ് കഴിയുമ്പോൾ ജാമ്യം എടുക്കാം എന്നൊക്കെയായിരുന്നു ഇവർ കരുതിയത്. പക്ഷേ കേസ് അതല്ല. കേസ് സാധാരണ ഈ BJPയെ ആക്രമിച്ചതോ, കോൺഗ്രസിനെ ആക്രമിച്ചതോ, കേരള സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വണ്ടി കത്തിച്ചതോ, കേരള സർക്കാരിൻ്റെ സ്ഥാപനത്തെ കല്ലെറിഞ്ഞതോ ഒന്നും അല്ല വിഷയം. ഇത് EDയെ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ ED പ്രത്യേക പരിഗണനയുള്ളൊരു ഏജൻസിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളാണ്. ED മാത്രമല്ല, ED, NIA, CBI ഇങ്ങനെയൊക്കെയുള്ള ഏജൻസികൾക്ക് പ്രിവിലേജ് കൂടും. അവർക്കുള്ള ഒരു എന്താ പറയുക, മുൻഗണന, അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബംഗാളിൽ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന തൃണമൂലുകാരൻ 2 വർഷത്തിൽ കൂടുതലായിട്ട് ജയിലിൽ കിടക്കുകയാണ്. 850 കൂടുതൽ ദിവസങ്ങളായി ജയിലിൽ കിടക്കുക. നമ്മൾ പലതവണ ഇത് ചർച്ച ചെയ്തതാണ്. ഷാജഹാൻ ഷെയ്ഖ് എന്താ കാര്യം? അവിടെ റെയ്ഡിന് വന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ളതാണ്. അയാളെ ഒടുവിൽ തൃണമൂലിന് ഹാജരാക്കേണ്ടി വന്നു. അവർ വിവിധ കോടതികളിൽ പയറ്റി നോക്കി, രക്ഷയില്ല. സുപ്രീം കോടതി വരെ തൃണമൂല് ഭരിക്കുകയാണ്. എന്നിട്ടും തൃണമൂലിന് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. തൃണമൂല് പിന്നെ ഷാജഹാൻ ഷെയ്ഖ് മാത്രമല്ല, മമതയോ ED ഉദ്യോഗസ്ഥർ ഐപാക് റെയ്ഡ് ചെയ്യാൻ വന്ന ED ഉദ്യോഗസ്ഥരെ തടയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത കേസ് നിൽക്കുകയാണ്. അത് മമതയോട് സുപ്രീം കോടതി ചോദിച്ചു, എന്താ നിയമവാഴ്ച ഇല്ലേന്ന് അവിടെ? നിങ്ങളൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, ക്രിമിനൽ മുഖ്യമന്ത്രി, നിങ്ങളൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ED ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു.
അത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ചെയ്തത്? ഇവിടെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഈ കേസിൽ വന്നാൽ വളരെ നിസ്സാരമായിട്ട് കേസ് അത് സംസ്ഥാന കേരള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ മേൽനോട്ടം എന്തായാലും ആഭ്യന്തര വകുപ്പിനാണ്, രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതിലൊന്നും നമുക്കൊന്നും ഒരു ഒഴിവ് കഴിവും പറയാൻ പറ്റില്ല. ഒന്ന് കണ്ണടച്ചു കൊടുത്തു. ഈ പാളയ സന്തോഷം, പാളയ സന്തോഷിന് ദുബായിൽ ബാർ അടക്കം ബിസിനസ് ഉണ്ടെന്നാണ് അവിടുത്തെ ആൾക്കാർ ഇപ്പൊ പറയുന്നത്. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഉണ്ട് പുള്ളിക്ക് അവിടെ. അല്ല, അതെല്ലാം ബിനാമി ഇടപാട്. അതായത് ഇവിടുത്തെ പല നേതാക്കൾക്കും ഇതിനകത്ത് ഷെയർ കാണും. കേവലം ഒരാളിന് മാത്രമല്ല, പല നേതാക്കൾ ചേർന്നാണ് ഈ ദുബായിൽ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത്, ദുബായിൽ മാത്രമല്ല കേരളത്തിൽ പണ്ടൊക്കെ അത് എങ്ങനെ, ഈ പിരിവിന് വേറൊരു ശാസ്ത്രമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ കേരളത്തിലെ നേതാക്കൾ കേരളത്തിന് പുറത്ത് കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് വലിയ രീതിയിൽ അഴിമതി പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിച്ച് അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ, തോട്ടങ്ങളൊക്കെ വാങ്ങിക്കും. ഇപ്പം നമുക്കറിയാം, മുന്തിരിത്തോട്ടം വാങ്ങിച്ച കഥകളൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്. അതൊക്കെ ബിനാമി ഇടപാടുകളാണ്. ഇപ്പോൾ അത് അവർ മൈസൂരും ബാംഗ്ലൂരും കുടകും ഊട്ടിയും കൊടൈക്കനാലും ഒന്നുമല്ല, ഇപ്പോൾ അത് ഗൾഫാണ്. ഇനി ഗൾഫിന് പുറത്ത് വേറെ എവിടെയെങ്കിലും, ഇപ്പോൾ ചിലരുടെയൊക്കെ സിംഗപ്പൂരിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു, ആഫ്രിക്കയിലുണ്ട്. പഴയ MLA ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ MLA അല്ല. ഇലക്ഷൻ സമയത്ത് ആഫ്രിക്കയിൽ പോയി അവിടുന്ന് ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എന്നിട്ട് CPM ജയിപ്പിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് അതന്ന്, ഇന്ന് ജയിച്ചില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിന് വെളിയിൽ ഇവർ പോയി ബിസിനസ്സിലൊക്കെ, അതൊക്കെ അഴിമതിപ്പണമാണ്. ബിനാമി ഇടപാടിലൂടെ, റിവേഴ്സ് ഹവാലയിലൂടെ ഈ പണം അവിടെ എത്തിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ഇവിടെ ഈ പിരിവിന് കൊടുക്കുന്നില്ലേ, അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞതുപോലെ കയ്യിൽ കള്ളപ്പണമുണ്ട്. ഈ കള്ളപ്പണം പുറത്തെടുക്കാൻ പറ്റില്ല, അത് റോൾ ചെയ്യും. കാരണം ഈ പണമാണ് ഇവരെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർക്ക് പെട്ടെന്ന് എടുക്കുമ്പോൾ. അല്ല, അത് തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർക്ക് പെട്ടെന്ന് എടുക്കാൻ മാത്രമല്ല, ഇതുപോലെയുള്ള ഒരു വലിയ ഗുണ്ടാ സംഘത്തെ തീറ്റിപ്പോറ്റുന്നത് അത് ഉപയോഗിച്ചാണ്. നോക്കൂ, ഇവിടുത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പല ഈ കൊട്ടേഷൻ ടീമുകളും കൊട്ടേഷൻ അംഗങ്ങളും വലിയ സാമ്പത്തിക സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. അവരൊക്കെ യാത്ര ചെയ്യുന്നത് വലിയ ആഡംബര കാറിലാണ്. നോക്കൂ, നമുക്ക് തന്നെ അറിയാം, പല ഈ CPM-മായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ വ്യക്തി ഈ യാത്ര ചെയ്തിരുന്നത് ഏത് കാറിലാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പഴയ പോൾ മുത്തൂറ്റ് കൊലക്കേസ് അറിയാമല്ലോ, അന്ന് ഉപേക്ഷിക്കപ്പെട്ട കാർ ഏതായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവരെല്ലാം, ഇപ്പോൾ ഇവിടെ വേറൊരാൾ ഒരു ഡയാലിസിസിന് വിധേയനായ ഒരു ഈ കൊട്ടേഷൻ വർക്കെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാൾ, പുത്തൻപാലൻ രാജേഷ്, വളരെ രോഗാതുരമായ അവസ്ഥയിലാണ് അയാൾ. എനിക്കിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പിന്നെ ഈ പറഞ്ഞതുപോലെ വലിയ സാമ്പത്തിക ഇതിന് ഉടമയാണ്. അപ്പോൾ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഈ കള്ളപ്പണം റോൾ ചെയ്യുന്നതിലൂടെയാണ്. ഇത് വളരെ സമർത്ഥമായിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് CPIM ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട. ഈ പാളയം സന്തോഷ് ഇനിയിപ്പം ദുബായിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ കേസ് കേരള പോലീസിനേക്കാൾ കൂടുതൽ ഇത് ED നേരിട്ടിറങ്ങിയാൽ, ഇന്റർപോൾ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് EDക്ക് വളരെ പെട്ടെന്ന് ഇതിനകത്ത് ആക്ട് ചെയ്യാം. EDക്ക് വെളിയിൽ പോയ ഒരാളെ പൊക്കാം, അറസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അവർ ചിലപ്പോൾ അതങ്ങനെ ചെയ്യാം, അതിനുള്ള സാധ്യതയുണ്ട്, നമുക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ പിണറായി പോലീസ് തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ തുടരുന്നത്. 200-300 കണ്ടാലറിയുന്ന പ്രതികൾ 200 പേരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തന്നു തീരുമാനിക്കുന്നു. 26 പേരെ അറസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവർ 174 പേരല്ലേ, 174 പേരിൽ ഒരാൾ ദുബായി പോയി. ബാക്കി 173 പേരെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയാൽ മിക്കവാറും അവർ കേരളം വിട്ടു. അല്ല, കേരളം വിട്ടാണ്. ഇപ്പം അന്ന് ജില്ലാ കമ്മിറ്റി നേതാക്കളുണ്ടല്ലോ, MLA-മാരുണ്ടല്ലോ അതിനകത്ത്, അവരൊക്കെ ഇവിടെ ഇല്ലേ? അവരെല്ലാം കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ഇല്ലേ പോലീസിൻ്റെ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പം അതൊക്കെ കൃത്യമായി ഇതിന് ഉത്തരം പറയേണ്ടി വരും കേരള പോലീസ്. എന്തായാലും പാളയം സന്തോഷം മുങ്ങി, പക്ഷേ രക്ഷപ്പെടില്ല, അത് തീർച്ചയായും.